നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ വീഡിയോസിന്റെയും തമ്മിൽ തന്നെ അടിയിൽ കാണുന്ന ഒരു കമന്റ് ആണ്, ബ്രസ്റ്റ് ഫീഡ് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന അമ്മമാരാണ്, അവർക്ക് പാല് കുറവാണ് അല്ലെങ്കിൽ പാല് നിന്നുപോയി, പാലില്ലാതെ ആയിപ്പോയി, അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ റെമഡീസും പരീക്ഷിച്ചു, പക്ഷെ ഒന്നും യൂസ്ഫുൾ ആകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് നമുക്ക് എല്ലാ വീഡിയോയുടെയും തന്നെ അടിയിൽ വരാറുണ്ട്, ഒരു കമന്റ് എങ്കിലും. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് കൂടാനായിട്ട്, നാച്ചുറലി കൂടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മെത്തേഡ് അതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ബ്രസ്റ്റ് മിൽക്ക് കൂടാനായിട്ട് നമുക്ക് ഡെലിവറിക്ക് മുൻപ് തൊട്ടേ ഓരോരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അതായത് നല്ല നല്ല ഫുഡ് കഴിച്ചു തുടങ്ങുകയാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് അത്യാവശ്യം വളരെ നന്നായിട്ട് പാലുണ്ടാവാനായിട്ട് സഹായിക്കും നമ്മുടെ ഡെലിവറി കഴിയുമ്പോൾ തന്നെ. പിന്നെ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ സിസേറിയൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചൊന്ന് ഡിലേ ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചിലർക്ക് പാല് കുറഞ്ഞു തുടങ്ങും. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ ലാച്ചിങ് പ്രോബ്ലം ഉണ്ടാവും അവർക്ക്. ചിലപ്പോൾ ആദ്യം തന്നെ സക്ക് ചെയ്യാൻ ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് ടങ് ടൈ പോലത്തെയോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്കും സക്ക് ചെയ്യാൻ പാടായിരിക്കും. അപ്പൊ അതൊക്കെയാണ് മെയിൻലി ഒരു റീസൺ വരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ സർവ്വസാധാരണ അല്ലായിരുന്നു നമുക്ക് പാലില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഒരുപാട് പേർക്ക് അമ്മമാർക്ക് പാലില്ലാത്തതുണ്ട്. അപ്പം പാലില്ലാതായി കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. പാൽ ഉള്ളവർക്ക് ചിലപ്പം ഇങ്ങനെ ഈ പാലില്ലാത്തതിന് വേണ്ടിയിട്ട് കുറെ റെമഡീസ് എന്ന് കേൾക്കുന്നത് അത്ര വലിയ താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. എനിവേസ്, ഞാൻ എൻ്റെ ഒരു 8 മാസമൊക്കെ ആയ സമയത്തായിരുന്നു, മോൾക്കായ സമയത്തായിരുന്നു എൻ്റെ പാല് ഫുള്ളായിട്ട് നിന്നു പോയത്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഹോം റെമഡീസ് എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ആയുർവേദം കഴിച്ചു, പിന്നെ നമ്മുടെ വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും യൂസ്ഫുൾ ആയില്ല. ഫൈനലി ആണ് നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് അവസാനം ഒരു 4 മാസം ഞാൻ പല പല കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടും ഒന്നുമില്ലാതെ അവസാനം കംപ്ലീറ്റ് സ്റ്റോപ്പ് ആയ സമയത്താണ് ഞാൻ ഫുള്ളി ഫോർമുലയിലേക്ക് മാറിയത്. അപ്പം നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചെയ്തു നോക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശതാവരി ആണ് കഴിക്കാൻ പറ്റുന്നത്. അത് നമുക്ക് പാലിൽ അരച്ചു കുടിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ലേഹ്യം കിട്ടും, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മെഡിസിൻ രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പൊ എൻ്റെ ആ വീഡിയോയുടെ താഴെ തന്നെ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ന സാധനം കഴിച്ചു അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പാലുണ്ടായി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എൻ്റെ സമയം ആക്ച്വലി അപ്പോഴേക്കും കഴിഞ്ഞായിരുന്നു, കാരണം ഫുള്ളായിട്ട് പാൽ സ്റ്റോപ്പ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു സംഭവം എൻ്റെ ഒരു കസിന് പറഞ്ഞു കൊടുത്തു. അവൾക്ക് പാലില്ലാന്ന് വന്നു കഴിഞ്ഞപ്പോൾ, ചെറിയ കുട്ടിയവള് എന്ന് പറഞ്ഞാൽ എൻ്റെ അത്ര ഏജ് ഒന്നുമില്ല, ചെറിയ പ്രായത്തിലുള്ള. അപ്പൊ അവള് കഴിച്ചു കഴിഞ്ഞപ്പോൾ പാല് നല്ല പോലെ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത്, ഓക്കെ, ഇനി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ആ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇത് കമന്റിൽ നോക്കിയാൽ കാണാം കേട്ടോ. ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് മാമിക്കോൺ സിറപ്പ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പോൾ ഫോർ മിൽക്ക് സെക്രീഷൻ ഇൻ മദേഴ്സ്. അപ്പൊ നമുക്ക് പാല് ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ശതാവരി തന്നെയാണ് കേട്ടോ. ശതാവരിയുടെ വേര് തന്നെയാണ്. അതാണ് നമ്മൾ നോർമലി പാലിലൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നത്. അപ്പൊ ഇത് ആ രീതിയിൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലാത്തവർക്ക് ഏറ്റവും നല്ല ഒരു ഇതാണ്. നമുക്ക് സിറപ്പായിട്ട് കിട്ടും. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തില് ഒരു ക്യാപ്സ്യൂൾ ഇതിന്റെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ പാൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുള്ള ബോഡി ആണെങ്കിൽ പാൽ ഉണ്ടാവുക എന്നാണ് ആയുർവേദ ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഇത് ഉജ്ജ്വല ആയുർവേദാശ്രമം എന്ന് പറഞ്ഞ അവർ ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ, മാമിക്കോൺ സിറപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സിറപ്പും ഉണ്ട്, അതുപോലെ തന്നെ ക്യാപ്സ്യൂളും ഉണ്ട്. കഴിക്കേണ്ട വിധമൊക്കെ അതേ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ക്യാപ്സ്യൂളാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒരു ബോട്ടില് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വ്യത്യാസം, ഒറ്റ ഒരു ബോട്ടിൽ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലാവും. ഇനി ഇൻ കേസ് നമുക്ക് വ്യത്യാസം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് നിർത്താം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാതെ കഷ്ടപ്പെടുന്ന അമ്മമാരാണ്, മുലപ്പാൽ കുഞ്ഞിന് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ, വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കണം. അതായത് നമ്മൾ എന്ത് മെഡിസിനാണ് കഴിക്കുന്നെങ്കിലും അല്ലെങ്കിൽ എന്ത് ഹോം റെമഡിയാണ് ചെയ്യുന്നെങ്കിൽ പോലും ഇത് കഴിച്ചാൽ അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പാലുണ്ടാവും കുഞ്ഞിന് കൊടുക്കാൻ, കുഞ്ഞിന്റെ വയറ് നിറയാൻ ആവശ്യത്തിന് പാലുണ്ടാവും എന്നുള്ള ആ ഒരു പോസിറ്റീവ് തോട്ടും കൂടെ നമ്മുടെ മൈൻഡിൽ വരണം. കാരണം നമ്മുടെ മൈൻഡിന്റെ കുറെ കാര്യങ്ങൾ ബ്രെയിനിനെ അഫക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിനെ സപ്രസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷനെ കുറയ്ക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലോട്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം പോസിറ്റീവായിട്ട്
തിങ്ക് ചെയ്ത് ഉറപ്പായിട്ടും ബ്രസ്റ്റ് മിൽക്ക് കൂടും, അല്ലെങ്കിൽ നമ്മുടെ പാലിനി കുറയില്ല, ഇതോടെ ഓക്കെ ആവും എന്നുള്ള ഒരു മൈൻഡ് സെറ്റും കൂടെ കൊണ്ടുവരണം നമ്മൾ എന്ത് കഴിക്കുന്നുവെങ്കിലും അതിന്റെ കൂട്ടത്തിൽ. അപ്പൊ നമുക്ക് എങ്ങനെ പോയാലും ഒരു 90% ആൾക്കാർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു നമുക്ക്. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ, ഈ സാധനം ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്, അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആ വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുൻപും റിവ്യൂസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കുറേ റിവ്യൂസ് കിടപ്പുണ്ട് ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ളത്, റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.